ഇന്നലെ എന്നെ രോഗിനെ കാണാൻ പോയി. അപ്പോൾ അയാൾക്കിപ്പോൾ പുറത്തൊന്നും അങ്ങനെ ഇറങ്ങാൻ വയ്യ. നിങ്ങളൊക്കെ അറിയുന്ന ആളാണ് കുഞ്ഞിപ്പാജി, ആളെന്നും പേര് പറയണില്ല. അപ്പോൾ അയാൾ പറഞ്ഞു അൽഹംദുലില്ലാ ഹൈറാണ്. മൂപ്പർക്ക് ഇപ്പോൾ പുറത്ത് ഡയാലിസൊക്കെയാണ്, 3 ദിവസം കൂടുമ്പോൾ ആഴ്ചയിൽ 3 വട്ടമൊക്കെ ഡയാലിസൊക്കെ ചെയ്ത് ഇങ്ങനെ അങ്ങനത്തെ ഒരു അസുഖമൊക്കെയാണ്. പെരയിൽ ഇരിപ്പാണ് ഇപ്പോൾ. ഹൈറാണ് അൽഹംദുലില്ലാ എന്ന്. അതാണ് രോഗികൾ പറയുന്നത്. വേദനയും വിഷമമൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ഡോക്ടറോട് മാത്രം പറയാം അവിടെ വേദന ഉണ്ട്. ഡോക്ടറിൽ നിന്നുകൊണ്ട് വേദനയൊന്നുമില്ല അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ടോ? കാണാൻ ചെല്ലണവരോട് പറയുന്നത് ഇങ്ങനെ പറയണം അൽഹംദുലില്ലാ അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇന്നലെ ചെങ്കട്ടിക്കൊണ്ടൊക്കെ ക്ലാസ് എടുക്കാൻ ഇറങ്ങുമ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ ഓളോട് ഒരു പെണ്ണ് വിളിച്ച് പറഞ്ഞതാണ്, നിങ്ങൾ ദ്വാരക്കാൻ പറയണം. എന്നോടേ എന്താ ദ്വാരക്കേണ്ട? അവളെ ഉപ്പാക്ക് ഭയങ്കര വേദനയുള്ള ക്യാൻസറിൻ്റെ അസുഖമാണ്. തിരുവനന്തപുരത്തൊക്കെ ബുക്ക് ചെയ്ത് കാത്തുകയാണ്. ക്യാൻസർ ചിലത് സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ടാവുമല്ലോ, ആ വകുപ്പാന്നാണ് തോന്നണത്. അപ്പോൾ ടെസ്റ്റും കാര്യം കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലാതെ ഞാൻ ദ്വാരക്കണ്ട അതൊക്കെ ദ്വാരം ഞാനവിടെ നിന്ന്. അപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു അങ്ങനത്തെ സോക്കടൊക്കെ ഇതിപ്പോൾ ഡയാലിസ് ചെയ്യണമെന്നല്ലേ ഉള്ളൂ, അതെന്നെ മട്ടം ചെയ്തിങ്ങനെ പോരാലോ. അപ്പോൾ എന്നോട് ഇയാൾ പറയുകയാണ് ചിലപ്പോൾ ഡയാലിസിൻ്റെ ഇടയിൽ ഇതാവും ഇങ്ങോട്ട് വലിയ കൊണ്ടുവന്ന് കടത്തും, അങ്ങനെയൊക്കെ ഉണ്ടായാലുണ്ട്. അതൊക്കെ കേൾക്കണേ, കാണും വേണം. നമുക്കിപ്പോൾ ഡയാലിസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ വൃക്കയാണ് ചെയ്യണത്, അങ്ങനല്ലേ? ഇപ്പോഴും എൻ്റെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 1800 ലിറ്റർ ചോര നമ്മളെ വൃക്ക രണ്ടും പാടെ അരിക്കുന്നുണ്ട് മോമിനികൾ. 1800 ലിറ്റർ. ആ പണി അത് ഫെയിലാവുമ്പോഴാണ് ആരാ ഏൽപ്പിക്കേണ്ടത്? ഡയാലിസും മെഷീനൊക്കെ ഏൽപ്പിക്കണം. അപ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കണം. രോഗികൾ പോയിട്ട് കാണണം. ദ്വാരക്കണം കേട്ടോ. ഞാൻ അയാളോട് പറഞ്ഞു നമുക്ക് വേണ്ടി ദ്വാരക്കിട്ടോന്ന്. അതൊരു സുന്നത്താണ്. കാരണം ഓർക്ക് ഉത്തരം ഉണ്ടെന്നാണ്. പ്രത്യേകിച്ചും അങ്ങനെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ രോഗികളുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറയണത് അതിനൊക്കെ ഭയങ്കര ഹൈറാണ്. മോമിനിങ്ങൾക്ക് ഒക്കെ ഹൈറാണ്. സോക്കഡ് ഉണ്ടായാലും ഹൈറാണ്, ക്യാൻസർ ഉണ്ടായാലും ഹൈറാണ്. എന്നാലും നമ്മൾ ചെയ്യേണ്ടതാ പഠിച്ചവനെ ആ രോഗമൊന്നും തരരുതെന്ന് പറയാം. എപ്പോഴും ബലാദിനെ തൊട്ട് അള്ളാഹിനോട് ശരണം തേടിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് തന്നെങ്കിൽ അതിൽ തൃപ്തിപ്പെടാം. എന്താ തൃപ്തിപ്പെടണം? മോമിൻ്റെ അഭിപ്രായം എന്താണ്? ഇത് അള്ളാഹ് എനിക്ക് നിശ്ചയിച്ചതാണ്. അള്ളാഹ് നിശ്ചയിക്കാതെ ഒരു മുള്ളും കുത്തൂല, ഒരു ക്യാൻസർ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അള്ളാഹിൻ്റെ എല്ലാ നിശ്ചയങ്ങളും ഞാൻ തൃപ്തിപ്പെട്ടെങ്കിലേ ഞാൻ അള്ളാഹിനെ തൃപ്തിപ്പെട്ടവനാവുള്ളൂ. ആ അള്ളാഹ് നിശ്ചയിക്കാതെ എനിക്ക് മുള്ളു കുത്തൂല, അതുകൊണ്ട് അതിലെനിക്ക് യാതൊരു പൊറുതേടുമില്ല, എനിക്കത് ഇഷ്ടമാണ്. അതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. അതിൻ്റെ ദർജയൊക്കെ ഒരു ദർജ അല്ലാണ്ട് ഉയർത്തുവാന്.